ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊറിയറേര് വിളിക്കണം, ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൊറിയർ കിട്ടിയതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ഐറ്റം. അപ്പോൾ നമ്മൾ ചെടി വെക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ സ്റ്റാൻഡ് കൈ കിട്ടി നോക്കുമ്പോഴത്തേനും ഞങ്ങളും ഉമ്മയൊക്കെ വിചാരിച്ചു എന്തായാലും സെറ്റ് ചെയ്തെടുക്കുക, വലിയ പണിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും കട്ടർ അവിടെ കുറച്ച് ചട്ടിയൊക്കെ നമ്മൾ മുന്നേ വെച്ചിരുന്ന കാരണം ചളിതും കച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് മേടിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കും, ഒന്ന് റീക്രിയേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. അവിടുത്തെ ചട്ടികളൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് നമ്മുടെ ആ സൈഡിലൊക്കെ വെച്ചിരുന്ന ചെടികൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് നമ്മുടെ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മുടെ ഇവിടെ എങ്ങനെ ഉണ്ടാകുന്ന ചെടികളാണ് എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കയറിയിട്ട് വീഡിയോസൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചട്ടിയുമ്പോൾ ഭയങ്കര പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് കഴുകുന്നുണ്ട്, ഞാൻ ചട്ടിയുടെ ഉള്ളൊക്കെ നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാനും കഴുകി, അങ്ങനെ എല്ലാതും കൂടി സെറ്റാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരേ ഒരു റെഡ് അങ്ങനെ കാപ്പി കളറിലെ ചട്ടികൾ ഒരു സൈഡിൽ ഇവിടെ അങ്ങനെ വെക്കുക, അപ്പുറത്തും വൈറ്റ് വെക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് കേട്ടോ. പിന്നെ ഫുള്ള് പ്ലാന്റ്സ് വെക്കുക, പൂക്കൾ എല്ലാം പ്ലാന്റ്സ്, പക്ഷേ പൂക്കളുള്ള ചെടികളൊക്കെ മാറ്റിയിട്ട് പ്ലാന്റ്സ് വെക്കുക എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. ഇലച്ചെടികൾ മാത്രം വെക്കാച്ചിട്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കായിട്ടോ. സ്റ്റാൻഡാണെങ്കിൽ നമുക്ക് വെറുത്താണ്, അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും അത് കയറി കണ്ടു നോക്കി നോക്കട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി നോക്കുമ്പോഴാണ് ഫുള്ള് ബാക്കി ചട്ടികൾ മാറ്റിയതും മൊത്തത്തിൽ കച്ചറായിട്ട് കിടക്കണം. അപ്പോൾ അതെന്തായാലും ഒതുക്കാൻ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്നു നോക്കിയോ മൊത്തത്തിൽ വൃത്തിയാക്കലായിട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ മണ്ണും അതുപോലെ പൂപ്പലൊക്കെ നമ്മുടെ മതിലുമ്മ കൂടെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, കട്ടയത്തെ പുല്ലൊക്കെ പറിച്ച് അങ്ങനെ മൊത്തത്തിൽ ചെടികളൊക്കെ ഓരോരോ സെറ്റാക്കിയിട്ടെടുത്തു കേട്ടോ. വൃത്തിയാക്കലും ഉണ്ട്, അതിൻ്റെ ഇടയിൽ അടിച്ചു വരലും നമ്മുടെ ബാക്കിയുള്ള പണി അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് തുടങ്ങിയത്. പിന്നെ താത്താരൊക്കെ ഉള്ള കാരണം അവരുള്ളത്തെ പണി നോക്കി ഞാനങ്ങനെ പുറത്തത്തെ പണി ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വരുന്നുണ്ട്. നമ്മുടെ ഈ കട്ടയുടെ ഇടയിലായിരുന്നു നിത്യ കല്യാണി നിന്നിരുന്നത്, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടോ. കുറേ ദിവസമായി അതിങ്ങനെ പറിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം. അപ്പോൾ പറിച്ചിരുന്നില്ല. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയാണ്, അമ്മത്ത് പൂക്കളുടെ ചെടിയല്ലേ ഫ്രണ്ടിൽ നിൽക്കണം, നല്ല ഇഷ്ടമാണ്. അപ്പോൾ കാക്കു വിളിച്ച് കാണുമ്പോൾ എപ്പോഴും ചീത്ത പറയും, എന്താ അത് കട്ടയിടയിൽ വളർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പറിച്ച് ഞങ്ങൾ മൊത്തത്തിൽ ക്ലീനാക്കി കേട്ടോ. ക്ലീനാക്കി കഴിഞ്ഞിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. നമുക്ക് അങ്ങനെയാണല്ലേ, എന്തെങ്കിലും ഒരു പണി ഫുള്ളായി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ, അതേയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇടക്കിടക്ക് മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ചെടികളിലേക്ക് നോക്കി മൊത്തത്തിൽ ക്ലിയറാക്കി ചട്ടിയൊക്കെ കഴുകി വെച്ചൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ സെറ്റാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ സ്റ്റാൻഡ് വേണമെന്നുള്ളവർ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കി. സ്റ്റാൻഡ് എന്നിട്ട് എന്തായിട്ട് കണ്ട് ഞാൻ ഇതേപോലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചട്ടികളൊക്കെ റീക്രിയേഷൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കായിട്ടോ. നമ്മൾ എപ്പോഴും ഒരേപോലെ കാണാനായിട്ട് രസമാണ്, ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ റോസാ ചെടികളും ഇവിടേക്ക് ഇങ്ങനെ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടോ. ഈ സൈഡിൽ മൊത്തം ഫ്ലവർ ഉണ്ടാവുന്ന തേക്കളാണ്, മറ്റൊക്കെ വെറും പ്ലാന്റ്സ് പോലത്തെ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാം സെറ്റാക്കി എടുത്തൊക്കെ നോക്കുമ്പോൾ ഒരു അടിപൊളിയായിരുന്നു. നമുക്ക് മനസ്സിനൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിൽ ഉമ്മാക്കും കാക്കൂനായിരുന്നു കേട്ടോ ഭയങ്കര ചെടികളോട് ഒരു പ്രാന്ത് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം അവർക്ക്, എവിടെ കണ്ടാലും മേടിക്കും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വരൽ തുടങ്ങി. ആദ്യം എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ചെടികൾക്ക് മുറ്റത്തൊക്കെ ഞാൻ വല്ലാതെ ഇറങ്ങിയിരുന്നില്ല. ഇപ്പം നമ്മളും അതിൽ ഇടപഴകുമ്പോൾ നമുക്കും അതിനോട് ഇഷ്ടമാവും. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്